Once again, welcome back to KC's Classes. KC's Classesൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തു. BCom ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ മാനേജറൽ എക്കണോമിക്സ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ചെയ്തതാണ്. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ് വന്നിട്ടുള്ളത്. ഞാൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 4 നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ നല്ലവണ്ണം ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ എക്സാം റിവ്യൂയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടും, ആക്സസ് ചെയ്യാം. നമ്മൾ ഇന്ന് മുതൽ തന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കോച്ചിങ് ആരംഭിക്കുന്നതാണ്. സെക്കൻഡ് സെമസ്റ്ററിൽ 5 പേപ്പേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ദെൻ മാർക്കറ്റിംഗ്, ഇത് രണ്ടാണോ മെയിൻ പേപ്പേഴ്സ്, 2 ഇംഗ്ലീഷ്, ദെൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം. സോ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് പേപ്പർ വരുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ CBCSS UG ഡിഗ്രി എക്സാമിനേഷൻ മാനേജറൽ എക്കണോമിക്സ് പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് മെജോറിറ്റി വന്നിട്ടുള്ളത്. നമ്പർ 1, വാട്ട് ഈസ് മീൻ ബൈ പ്രൈസ് ഡിമാൻഡ്? ഡിമാൻഡിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചതാണ്. ദെൻ റൈറ്റ് അബൌട്ട് WTO, റിപ്പീറ്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. ലോ സപ്ലൈ എന്താണ്? ഈസി. കോസസ് ഓഫ് പോവേർട്ടി മൊഡ്യൂൾ നമ്പർ 4 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഡിമോണിറ്റൈസേഷൻ എന്താണത് എല്ലാവർക്കും അറിയാം, അത് നോട്ട് നിരോധനം. ദെൻ കാർഡിനൽ അനാലിസിസ് എന്താണ്? ഞാൻ ലൈവ് എടുത്തപ്പോൾ റിപ്പീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൊരു കൺസെപ്റ്റാണ്. ദെൻ വാട്ട് ഈസ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മൊഡ്യൂൾ നമ്പർ 3 എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ ലിബറലൈസേഷൻ എന്താണ്? ഈസി. Then what do you know about equimarginal principle? Then features of Kerala economy, easy. Forward planning എന്താണ്? മൊഡ്യൂൾ നമ്പർ 1 നിന്ന് പ്രതീക്ഷിച്ചൊരു ചോദ്യം. What do you understand by producers equilibrium? Then law of diminishing marginal utility എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. Then what is price leadership? easy question. അല്ലെങ്കിൽ പാർട്ട് എയിലെ മെജോറിറ്റി ചോദ്യങ്ങളെ നമ്മൾ പ്രതീക്ഷിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, കുട്ടികൾ ഹാപ്പിയാണ്. മൂവിങ് ടു പാർട്ട് B, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ആദ്യത്തെ, എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓഫ് ബ്ലാക്ക് മണി ഓൺ ദി ഇക്കോണമി. ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. മൊഡ്യൂൾ നമ്പർ 4 അഗെയിൻ ബ്ലാക്ക് മണി നമ്മൾ പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ മെറിറ്റ്സ് ഓഫ് FDIയുടെ പറ്റിയിട്ടുള്ള കാര്യം പ്രതീക്ഷിച്ചതാണ്. ദെൻ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, കാർഡിനലും ഓർഡിനലും ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചതാണ്. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, നമ്മൾ ഡിമാൻഡാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത്, സപ്ലൈ ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദെൻ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ സ്കോപ്പ് ഓഫ് മാനേജറൽ എക്കണോമിക്സ് 5 മാർക്കിൻ്റെ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കോസസ് ഓഫ് ഇനീക്വാലിറ്റീസ് ഇൻ ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ നമ്പർ 4 അഗെയിൻ മൊഡ്യൂൾ നമ്പർ 4 നിന്ന് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് 5 മാർക്കിൻ്റെ. ബ്ലാക്ക് മണിയും അതുപോലെ തന്നെ 3 വന്നിട്ടുണ്ട്. ഇനീക്വാലിറ്റി, നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, 3 ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ നമ്പർ 4 നിന്ന് 5 മാർക്കിനുള്ള വന്നിട്ടുള്ളത്. 15 മാർക്ക് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു 5 ടോപ്പിക്ക് നോക്കാൻ, അത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതിൽ 3 ടോപ്പിക്ക് 15 മാർക്കിൻ്റെ വന്നു. ഇനി എസ്സേയിലേക്ക് വരുമ്പോഴും 2 എസ്സേ മൊഡ്യൂൾ നമ്പർ 4 നിന്ന് ഇട്ടിരിക്കണേ. ഓക്കെ, നോക്കിയേ. നമ്പർ 1, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് മൊഡ്യൂൾ നമ്പർ 4. ദെൻ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? വാട്ട് ആർ ദി അസംഷൻസ് നമ്പർ 25. ദെൻ മൊഡ്യൂൾ നമ്പർ 3 നിന്നുള്ള എസ്സേ എന്തായാലും പ്രതീക്ഷിച്ചാണ്. കമ്പയർ ആൻഡ് കോൺട്രാക്ട്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി എല്ലാം തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്തായാലും പ്രതീക്ഷിച്ച എസ്സേ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ എസ്സേക്ക് മൊഡ്യൂൾ നമ്പർ 4. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 നിന്ന് 24 27 രണ്ടും സെയിം മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണെന്നുള്ള 2 എസ്സേ 20, 5 മാർക്കിൻ്റെ 3 15. അപ്പോൾ തന്നെ എന്തായി 35 മാർക്കായി. 20ഉം 15 35, 2 മാർക്കിൻ്റെ 2 ഉണ്ട്. 35 39 മാർക്ക്. ഞാനൊരു 25 മാർക്ക് വരെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ 39 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ നമ്പർ 4 നിന്ന് വന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തുറുപ്പിച്ചിട്ടാണെന്ന്, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ.
സോ ഹാപ്പിയാണ്, കുട്ടികളൊക്കെ നല്ല രീതിയിൽ എക്സാം ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചു തുടങ്ങിയോ. ഇതിൻ്റെ റിസൾട്ടൊക്കെ 1 മാസം 1.5 മാസത്തിനുള്ളിൽ വരും കേട്ടോ. കാരണം നമുക്ക് ബാർകോഡ് ബേസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ വരാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി സെക്കൻഡ് സെമസ്റ്ററും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് അത്യാവശ്യം സമയം എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരും. നമ്മുടെ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടിലേക്ക് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.